ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വർഗീയതയോട് മൃദുഭാവം, മൃദുവായ നിലപാട് എല്ലാം പോരട്ടെ എന്നല്ലേ കോൺഗ്രസും UDF-ഉം സ്വീകരിക്കുന്ന നിലപാടതല്ലേ? എന്താണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നില? കഴിഞ്ഞ ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റാലിയിൽ സംസാരിക്കുമ്പോൾ അവിടെ പുതിയൊരു മാറ്റം വന്നല്ലോ. വലിയ പ്രതിസന്ധിയിലായ UDF അണികൾ വലിയ തോതിൽ അമർഷത്തോടെ കാണുന്ന ഒരു മാറ്റം. ഒരാൾ ഇപ്പോഴും RSS, ആ RSS ആയ ആൾ നേരെ കോൺഗ്രസിൽ ചെല്ലുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്നു. അവരുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം പറന്നെത്തി ഇദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നു. ആളെ പറ്റിയൊന്നും അന്നും പറഞ്ഞില്ല, ഇന്നും ഞാൻ പറയുന്നില്ല. ഇത് വടകരയിൽ സ്വീകരിച്ചിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമോ അതിലും ഗുരുതരമായിട്ടുള്ള പ്രചരണ രീതിയാണ് ഇന്ന് CPM അവലംബിച്ചിട്ടുള്ളത്. ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് CPM ആണെങ്കിലും പരസ്യത്തിന് പണം കൊടുത്തത് BJP ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരസ്യം അത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ CPM കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഹീനമായ ധ്രുവീകരണ ശ്രമത്തെ പാലക്കാട്ടെ ജനാധിപത്യ മതേതര മനസ്സ് ഒരുമിച്ച് എതിർക്കും. വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ് UDF-ന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം പത്രം വന്ന് ചോദിക്കാവോ? അല്ല, നിങ്ങൾ അങ്ങനെ ചോദിക്കാവോ? ഒരു പത്രത്തെ, ഒരു ഡെയിലി ന്യൂസിനെ ഒരു മുസ്ലിം പത്രമായിട്ടാണോ ചിത്രീകരിക്കേണ്ടത്? 2 പത്രത്തിന് മാത്രം പരസ്യം കൊടുത്തു എന്ന പച്ച കള്ളമല്ലേ പറഞ്ഞത്? 2 പത്രത്തിനാണോ? 4 പത്രങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് പത്രമായ ഹിന്ദു ഉണ്ട്. ഏറ്റവും വലിയ പരസ്യം മാതൃഭൂമിയിലാണ് വന്നത്. ഞങ്ങൾ സാമ്പത്തിക സ്ഥിതി കൂടി നോക്കിയിട്ടാണ് പിന്നെ കുറഞ്ഞ നിരക്കിൽ പരസ്യം കൊടുക്കാവുന്ന 2 പത്രങ്ങളെയും തിരഞ്ഞെടുത്തു. ഷാഫിയുടെ വ്യാഖ്യാനമാണത്. എത്ര അപകടകരമായ വർഗീയ മനസ്സുള്ള ഒരാൾക്ക് പത്രത്തിന് മതം ചാർത്തി കൊടുക്കാൻ പറ്റും? പാലക്കാട് വിധി ദിനത്തിന് തൊട്ടുതലേന്ന് പാർട്ടി തന്നെ ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് കൊടുത്ത സന്ദീപ് വാര്യരുടെ പൂർവാശ്രമ പോസ്റ്റുകൾ വെച്ചൊരു തരംഗ പരസ്യത്തിന്റെ ബുദ്ധി ആരുടേതാകാം? സരിൻ തരംഗം എന്ന പേരിൽ പരസ്യം ഇരു സമസ്തകളുടെയും മുഖപത്രങ്ങളിൽ മാത്രം ആദ്യ പേജിൽ കൊടുത്ത ബുദ്ധി ആരുടേതാവാം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നല്ല ലീഗും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തീവ്ര ലീഗും പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഇന്നും തുടരുന്നുണ്ട്. ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും വർഗീയ ഭാഷയെന്ന് ഇന്നും അദ്ദേഹം പറയുന്നു. പാണക്കാട് തങ്ങളെയല്ല ലീഗ് അധ്യക്ഷനെയാണ് വിമർശിക്കുന്നതെന്ന് വിശദീകരിക്കുന്നുമുണ്ട്. കത്തും ട്രോളിയും സ്പിരിറ്റിനും പറ്റാത്തത് പത്രപരസ്യത്തിലൂടെ സാധ്യമാകുമോ? പാലക്കാട്ടെ 40,000 മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ പരസ്യതന്ത്രത്തിനാകുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതിയില്ലാത്ത പരസ്യം പാളിയും. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി റോജി M. ജോൺ MLA, CPM MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ CPM-ൽ നിന്നും, BJP-യിൽ നിന്നും ശ്രീ TP ജയചന്ദ്രൻ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും. ആദ്യം അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, ഇങ്ങനെയൊരു പരസ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ നിങ്ങൾ എങ്ങനെ കൊടുത്തു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയിട്ടുണ്ട്, അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. CPIM ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വസ്തുത സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വർഗീയമായിട്ടുള്ള ചേരിതിരിവ് സമൂഹത്തിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും ഇടതുപക്ഷം കാണുന്നത്. ആ നിലയിലാണ് ആ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, താങ്കൾക്ക് അപ്പോൾ ഉറപ്പില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുണ്ടോ ഇല്ലയോ എന്ന്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ജില്ലാ കലക്ടർ ഈ 2 പത്രങ്ങളുടെയും പാലക്കാട്ടെ പ്രതിനിധികളോട്, പാലക്കാട്ടെ അതിൻ്റെ പത്രവിഭാഗത്തിൻ്റെ തലവന്മാരോട് അവിടെ വന്ന് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കില്ലല്ലോ. അല്ലാതെ അനുമതിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതും സൂചിപ്പിക്കേണ്ടതുമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കലക്ടറാണ്. അവരതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുന്ന സമയത്ത് ആവശ്യമായ നടപടി സ്വീകരിക്കാമല്ലോ.
അന്വേഷിക്കുന്ന സമയത്ത് വെച്ചാൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് വർഗീയതയെ ചെറുക്കുന്നത് മനസ്സിലാകുന്നില്ല. അത് ഇരു സമസ്തകളുടെയും മുഖപത്രത്തിൽ തന്നെ ആദ്യ പേജിൽ വരണം എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർഗീയതയെ ചെറുക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ? അല്ല, വർഗീയത ചെറുക്കുന്നതെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പിതാവിനെ സംബന്ധിച്ച്, രാഷ്ട്രപിതാവിനെ സംബന്ധിച്ച്, രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച്, വിശേഷിച്ച് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച്, തുടർന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചെല്ലാം അതിശക്തമായ നിലയിൽ കടുത്ത ഭാഷയിൽ ആക്ഷേപം പറഞ്ഞ ഒരാൾ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ ജാംബവാൻ്റെ കാലത്തുണ്ടായ കാര്യം എന്ന നിലയിലാണ് കോൺഗ്രസ് അതിനെ വിശേഷിപ്പിച്ചത്. RSS ബന്ധം ഉപേക്ഷിക്കാൻ ഇപ്പോഴും തയ്യാറാകാത്ത, RSSൻ്റെ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കാൻ തയ്യാറുള്ള ഒരാളെ എന്തിനാണ് സന്ദീപ് വാര്യർ നേരെ പാണക്കാട്ടേക്ക് പോയത്? അദ്ദേഹം മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ ആദ്യം പോകേണ്ടത് പാണക്കാട്ടേക്കാണോ? അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണോ അദ്ദേഹത്തിന് കോൺഗ്രസ് ആകാൻ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ തെറ്റായ നിലയിലുള്ള ഒരു ബോധത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ ആരാണ് ഇയാൾ എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അത് ഒരു തെറ്റായ കാര്യമാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പറയുന്നതിൽ പല പോസ്റ്റുകളും നിങ്ങൾ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റുകൾ പലതും വ്യാജമാണ് എന്ന രേഖകൾ സഹിതം ഇപ്പോൾ സന്ദീപ് വാര്യർ വാദിക്കുന്നുണ്ട്. ഞാൻ സന്ദീപിന് വേണ്ടി വാദിക്കാനൊന്നും നിൽക്കുന്നില്ല. എങ്ങനെയായാലും കാലങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ അത് ഓർമ്മിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ RSSന്റെയും BJPയുടെയും വർഗീയ നിലപാടുകൾ വിട്ടുകൊണ്ട് ഞാനിതാ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് സമയമായിട്ടില്ല, അതിനുള്ള സമയം കുറച്ചുകൂടി എടുത്തിട്ട് വേണം അത് ആലോചിച്ച് തീരുമാനിച്ചു വരാൻ സന്ദീപ് വാര്യർക്ക് നിശ്ചിത സമയം CPM നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും സന്ദീപ് വാര്യർ വർഗീയവാദിയാണെന്നും അല്ല മുൻപ് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ ഇതാ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് നിങ്ങളിപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ വർഗീയതയില്ലേ? അഡ്വക്കേറ്റ് K. പ്രേംകുമാർ. അതെ, നിങ്ങൾ എത്ര പെട്ടെന്നാണ് സന്ദീപ് വാര്യരുടെ വക്കാലത്തുമായിട്ട് അദ്ദേഹത്തിൻ്റെ വക്താവാകുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എല്ലാറ്റിനെയും നിങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആളാണല്ലോ. എനിക്കൊരു ഉറപ്പുമില്ല. എനിക്ക് ഭാവിയെ കുറിച്ചൊന്നും ഒരു ഉറപ്പുമില്ല. ഭാവിയല്ല, ഭൂതത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ. സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റ് അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ഈ ചർച്ചയ്ക്കിടയിൽ കഴിയുമെന്നറിയില്ല, ഞാൻ നിങ്ങൾക്ക് സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് നിങ്ങൾക്ക് അയച്ചു തരാം. 2016 അതിനു മുമ്പ് അദ്ദേഹം ഇടാത്ത ഒരു വാർത്തയും കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ. നടത്തി അത് തെറ്റാണെന്ന് തെളിയിച്ചതായി സന്ദീപ് വാര്യർ പറയുന്നു. ഇതിന് മുന്നത്തെ ചർച്ചയിൽ സന്ദീപ് വാര്യർ ടെലിയിൽ വരികയും ചെയ്തു. ഇനി അത് വീണ്ടും എനിക്ക് ആവർത്തിക്കാൻ കഴിയില്ല. സന്ദീപ് വാര്യർക്ക് വേണ്ടി ചർച്ച നടത്തുന്നില്ല. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, എനിക്ക് അറിയേണ്ടത് ഈ സുധീഷ് ബിന്നിക്കും OK വാസുവിനും ഇല്ലാത്ത വലിയ കുഴപ്പങ്ങൾ നിങ്ങൾ സന്ദീപ് വാര്യർ കാണുന്നു. OK വാസുവിനും സുധീപ് ബിന്നിക്കും പാർട്ടിയിലേക്ക് CPMലേക്ക് വരുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാലയളവ് അവർക്ക് ആലോചിക്കാനും സമയമെടുക്കാനും ഒന്നും വേണ്ട. അത് പെട്ടെന്ന് തന്നെ ആകാം. കാരണം പ്രധാനമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ട് മോദിക്ക് വേണ്ടി ഒരു വിചാർ മഞ്ച് രൂപീകരിക്കുന്നു. മോദിക്ക് വേണ്ടിയുള്ള യഥാർത്ഥ ഭക്തർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJPയിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു വിചാർ മഞ്ച് രൂപീകരിക്കുന്നു. അവിടെ നിന്ന് CPMലേക്ക് വരാൻ വലിയ കാലതാമസമില്ല. അപ്പോഴേക്കും അവരങ്ങോട്ട് പെട്ടെന്ന് വർഗീയത അങ്ങ് വിട്ടു അല്ലേ? അല്ല, അതിലേക്ക് വരാം. നിങ്ങൾ പറഞ്ഞതൊന്ന് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത, സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും വന്ന വാർത്ത സന്ദീപ് വാര്യരുടെ പോസ്റ്റല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാദം ശുദ്ധമായ കളവാണ്, തെറ്റാണ്. BJPയുടെ പ്രതിനിധിയായി തന്നെ നിങ്ങളുടെ ഇതേ ഫ്ലോറിൽ തൊട്ടു മുമ്പ് സംസാരിച്ചിട്ടുള്ള ശങ്കുട്ടിദാസ് പറഞ്ഞത് മാത്രം ഉദാഹരിച്ചല്ല, അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവന. സന്ദീപ് വാര്യർ ഇങ്ങനെ പറഞ്ഞയാളാണ്. വെച്ചതല്ല ഇതെല്ലാം. അല്ല, ഞാനതൊന്ന് പറയട്ടെ, ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു വന്നൊന്ന് പൂർണ്ണാക്കട്ടെ. RSSുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുവെന്ന് ഈ നിമിഷം വരെ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല.
സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. ഒസ്യത്ത് കൊടുക്കാൻ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. RSSുമായി ബന്ധം വിച്ഛേദിച്ചു എന്ന് ഞങ്ങളുടെ തന്നെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് എനിക്ക് അറിയില്ല. അദ്ദേഹം മോദിയെ, സംഘപരിവാറിനെ, RSSനെ എവിടെ പറഞ്ഞാൽ നിങ്ങൾ എടുക്കും? ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതൊക്കെ നിങ്ങൾ എവിടെ പറഞ്ഞാലും എടുക്കും. ഞാൻ പറയുന്നു, അദ്ദേഹം പാണക്കാട് പോകുന്ന സമയത്ത്, പാണക്കാട് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടില്ല, സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല ഞാൻ RSSനെ തള്ളി പറയുന്നു എന്ന്. പാണക്കാട് പോകുന്നതിന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോഴും പറയുന്നത് RSSന്റെ കാര്യാലയത്തിന്, അതെ, എങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ എങ്ങനെ RSSന്റെ കാര്യാലയത്തിന് സ്ഥലം ഒസ്യത്ത് കൊടുക്കും? നോക്കൂ, അപ്പോ RSSന്റെ കാര്യാലയത്തിന് ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് കെ എം പ്രേംകുമാർ, ഡോക്ടർ അരുണിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നിങ്ങൾ RSSുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അതായത് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ ഒന്ന് കേൾക്കൂ, ശങ്കർ സിംഗ് വഗേല വരെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു ഇല്ല, ശങ്കർ സിംഗ് വഗേല വരെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു RSS ബന്ധം, പിന്നെയാണോ എനിക്ക് ബുദ്ധിമുട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. എനിക്ക് ബുദ്ധിമുട്ട്, ബന്ധം മുറിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മുറിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരിക? പറയട്ടെ. അല്ല, മുറിക്കുന്നൊന്ന് കാണിച്ചു തരാമോ? എങ്ങനെയാണ് മുറിക്കുക? ബന്ധം മുറിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞോ? അല്ല, എന്താണ്? RSSന്റെ കാര്യാലയത്തിന് സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ്. അതെ, RSSന്റെ, അതെ ഞാൻ പറയാം, RSSന്റെ കാര്യാലയത്തിന് സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് RSSുമായിട്ടുള്ള ബന്ധം സന്ദീപ് വാര്യർ വിച്ഛേദിക്കുന്നത്. അങ്ങനെയാണ്. ശരി, അത് അമ്മ കൊടുത്തതാണ്. അത് അവർ എടുക്കുന്നില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു മിനിറ്റ്, ഞാൻ എനിക്കിവിടെ സന്ദീപ് വാര്യർക്ക് ന്യായീകരണം ചമക്കലല്ലേ. നിങ്ങളുടെ സന്ദേശം എന്താണെന്നതാണ് വ്യക്തത വേണ്ടത്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, നിങ്ങൾ ഇത് എന്തിനാണ് സമസ്തയുടെ രണ്ട് മുഖപത്രങ്ങളിലും ആദ്യ പേജിൽ കൊടുത്തതിന്റെ ഉദ്ദേശ്യം എന്താണ്? സമസ്തയുടെ 2 മുഖപത്രങ്ങളിൽ ആദ്യ പേജിൽ സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രം വെച്ചിട്ട് ഒരു പരസ്യം കൊടുക്കുന്നതിന് പിന്നിലെ ഉദ്ദേശ്യം എന്താണ്? വിഷനാവിനെ സ്വീകരിക്കുന്ന രീതി ശരിയാണോ എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യമാണ്. സരിൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യമാണ്. ഇടതു സ്വതന്ത്രനായിട്ടുള്ള സരിൻ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനമായും മത്സര രംഗത്തുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് സന്ദീപ് വാര്യരെ അവസാന സമയത്ത് രംഗത്തിറക്കി. അങ്ങനെ രംഗത്തിറക്കിയിട്ടുള്ള സന്ദീപ് വാര്യർ എന്ന് പറയുന്നയാൾ, ഞങ്ങൾ കരുതുന്നു അദ്ദേഹം RSSനെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. എന്താണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? എന്താണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? താങ്കൾ ഒരു MLA കൂടിയാണല്ലോ, പറയൂ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്താണെന്നോ? എന്താണ് ഞാൻ അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ചട്ടം മുഴുവൻ ഉദ്ധരിക്കാൻ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സമൂഹത്തിൽ വർഗീയത, വേർതിരിവും സ്പർദ്ധയും വളർത്തുന്ന പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല. അതെങ്ങനെയാണ് ഇന്നത്തെ പത്രത്തിൽ വരിക? ആര് പറഞ്ഞു അതിൽ വർഗീയത ഉണ്ടെന്ന്? എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യം പത്രത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേക്കെപ്പോഴും പത്രം കണ്ടുകെട്ടുമല്ലോ, പത്രത്തിന്റെ ഓഫീസ് പൂട്ടുമല്ലോ. അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തൊരു പത്രം പരസ്യം അങ്ങനെ LDF തന്നാൽ സുപ്രഭാതം അങ്ങോട്ട് കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുമ്പോൾ അവരാലോചിക്കില്ലേ? അതിനകത്ത് സമസ്തയുടെ വിസ്തീർണം കണ്ടല്ലോ അല്ലേ? സമസ്തയുടെ വിസ്തീർണം കണ്ടല്ലോ. ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അതിന് അർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ല. പാലക്കാട് നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ വന്നിരിക്കുന്ന പിന്നെ എന്താണ് ഇപ്പോൾ പ്രശ്നം? എന്താണ് സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ സമസ്ത ഇത് അംഗീകരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ സമസ്തയ്ക്ക് ഇത് ബന്ധമില്ല എന്ന് പറയുന്നു. സമസ്ത ഇത് അംഗീകരിച്ചു എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ പറയാത്തത് എന്തിനാ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾ എന്തിനാണ് സമസ്തയുടെ പത്രത്തിൽ തന്നെ കൊടുത്തത്? നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശം? പരസ്യവുമായി ബന്ധപ്പെട്ട് സമസ്ത പറയുന്നത് നിങ്ങളോടല്ല, സമസ്ത പറയുന്നത് വിശ്വാസികളോടാണ്. സമസ്ത പറയുന്നത് വിശ്വാസികളോടാണ്. നിങ്ങൾ സമസ്തയിലൂടെ പറയാൻ പോയത് ആരോടാണ്? ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി പറയുന്നത്, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ രണ്ടും കൂടെ ചേരില്ല.
ഒന്ന് സമസ്ത അങ്ങനെ സമസ്ത ഈ വാർത്ത ഈ പരസ്യത്തിന് സമസ്തയുടെ നിലപാടുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമേ അപ്രസക്തമായി പോയില്ലേ? പിന്നെ എന്താണ് ചർച്ചയുടെ പ്രസക്തി? അപ്പോൾ ഞങ്ങൾ സമസ്തയിലെ ആ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് വാർത്ത എന്നൊരു ഭാഗത്ത് പറയുക, മറുഭാഗത്ത് ആ സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു അത് ആ പരസ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കില്ലല്ലോ. ബന്ധമില്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്ര ആശങ്കപ്പെടാനുള്ളത്? അതിനെ സംബന്ധിച്ച് ഒരു പത്രം തെറ്റായ നിലയിൽ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പത്രം കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെ 24 മണിക്കൂറിനകം പത്രത്തിന്റെ ആഫീസ് ഉൾപ്പെടെ പൂട്ടില്ലേ? അത്രമാത്രം ഗുരുതരമായൊരു തെറ്റാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ആ പത്രത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരണം ചോദിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. റോജി എം ജോൺ, നിങ്ങൾ നിയമപരമായി നേരിടും, നിങ്ങൾ പരാതി നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പരാതി നൽകിയോ? സ്മൃതി, ഞങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അത് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഒരു പരാതി സമർപ്പിക്കേണ്ടതിന് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ പരാതി കൊടുക്കുമെന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളത് പരാതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക ചെയ്യും. സ്മൃതി, ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണലിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നുകൂടി വെളിവായിരിക്കുകയാണ്. ഇത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല, അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും അതിനുശേഷം ഇപ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഇവരുടെ നിലപാട് മാറ്റങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ഒരു വശത്തും ഭൂരിപക്ഷ വർഗീയതയെ മറുവശത്തും എങ്ങനെ താലോലിക്കാമെന്ന് വളരെ കൃത്യമായി അവർ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ യാതൊരു ഉളിപ്പും കൂടാതെ, അല്ലെങ്കിൽ യാതൊരു രാഷ്ട്രീയ മര്യാദയും കൂടാതെ അവർ അത് വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ചോദിച്ചല്ലോ, അല്പം മുമ്പ് പ്രേംകുമാർ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് പാണക്കാട്ടേക്ക് പോയി എന്ന് ചോദിച്ചല്ലോ. പാണക്കാട്ടേക്ക് നിങ്ങളുടെ നേതാക്കൾ പോയിട്ടില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർക്ക് ആവശ്യം, ഇവർ ന്യൂനപക്ഷ വർഗീയതയെ പുൽകാനായിട്ട് ശ്രമിച്ചു. അന്ന് എന്തുകൊണ്ടാണ് സർക്കാർ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ CAA-ക്കെതിരെ അവർ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് തയ്യാറായപ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗിന് ക്ഷണക്കത്തയച്ചത്? നിങ്ങൾ ഈ പറയുന്ന പാണക്കാട് തങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് അന്ന് ഇത്രയും വലിയ വർഗീയ കക്ഷികളാണ്, അല്ലെങ്കിൽ വർഗീയവാദികളാണ് മുസ്ലിം ലീഗ് എങ്കിൽ എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങൾക്ക് അന്ന് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ക്ഷണക്കത്തയച്ചത്? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു, പാണക്കാട് തങ്ങളെ ക്ഷണിക്കുന്നു, കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കേരളത്തിൽ 5 സീറ്റ് വരെ വിജയിക്കാനുള്ള ശേഷി മുസ്ലിം ലീഗിനുണ്ട് എന്ന് CPM-ന്റെ നേതാക്കന്മാർ, LDF കൺവീനർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. LDF-ലേക്ക് അവരെ ക്ഷണിക്കുന്നു. ഇതൊക്കെ ചെയ്തേച്ചിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ UDF-നോടൊപ്പം തന്നെ നിന്നു. UDF തിളക്കമാർന്ന വിജയം കൈവരിച്ചു. 6 മാസം കൊണ്ട് മുസ്ലിം ലീഗിന് എന്ത് മാറ്റമാണ് ഉണ്ടായത് CPM-ന്റെ കാഴ്ചപ്പാടിൽ? അതേ സാദിഖലി തങ്ങളെക്കുറിച്ച് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ 6 മാസം കൊണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തി. ആ പരിശ്രമം ഇവർക്ക് പൂർണ്ണമായിട്ടും തിരിച്ചടിയായി എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ഇവർക്കും ബോധ്യപ്പെട്ടു. ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ പരമ്പരാഗതമായി CPM-ന് വോട്ട് ചെയ്തിരുന്ന പല ആളുകളും അവരിൽ നിന്നും മാറി അവർ BJP-ക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ബോധ്യം, അത് പല മേഖലകളിലും CPM-ന്റെ ഓരോ സ്ഥാനാർത്ഥികളുടെയും പരാജയം എടുത്ത് പരിശോധിച്ചപ്പോൾ CPM ആളുകൾക്ക് മുഴുവനും, അണികൾക്കും നേതൃത്വത്തിനുമൊക്കെ മനസ്സിലായി അവരെടുത്ത നിലപാടുകൾ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമീപനങ്ങൾ തിരിച്ചടിയാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവർ പ്ലേറ്റ് മാറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇപ്പോൾ എങ്ങനെ RSS-നെയും BJP-യെയും തൃപ്തിപ്പെടുത്താം, അവരെ എങ്ങനെ സുഖിപ്പിക്കാമെന്നുള്ള ഗവേഷണമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല, അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ആ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അതായത് ഹരിയാനയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പോയിട്ട് ഹിന്ദുവിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിനു മുമ്പായിട്ട് മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമുണ്ടാകുന്നു. അതിനുശേഷം CPM-ന്റെ നേതാവായിട്ടുള്ള P. ജയരാജൻ്റെ ഒരു പുസ്തകം വരുന്നു.
അതിനുശേഷം ഇതുപോലെ ഇപ്പോൾ പാണക്കാട് തങ്ങളെക്കുറിച്ചിട്ടുള്ള CPM-ന്റെ പരാമർശം വരുന്നു, മുഖ്യമന്ത്രിയുടെ പരാമർശം വരുന്നു, അതുപോലെ തന്നെ MV ഗോവിന്ദന്റെ പരാമർശം വരുന്നു. ഇവിടെ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? RSS-നെ തൃപ്തിപ്പെടുത്തണം, BJP-യെ തൃപ്തിപ്പെടുത്തണം. ഒരു വശത്ത് ആവശ്യം വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിക്കും. ഇവർ ആവശ്യം വന്നപ്പോഴെല്ലാം SDPI-യും ജമായത്തെ ഇസ്ലാമിയും ഒക്കെ ഒക്കത്തും തോളത്തും ഒക്കെ വെച്ചുകൊണ്ട് നടന്നു. അബ്ദുൾ നാസർ മദനിക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എവിടെയെങ്കിലും കാത്തു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം 2 ആളുകൾക്ക് വേണ്ടി മാത്രമേ ഇന്നേ വരെ ഒരു പൊതുയോഗത്തിലോ അല്ലെങ്കിൽ ഒരു പരിപാടിയിലോ കാത്തു നിന്നിട്ടുള്ളൂ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കും. അതിനു മുമ്പ് ഇദ്ദേഹം കാത്തു നിന്നിട്ടുള്ളത് ഒരു യോഗത്തിൽ അബ്ദുൾ നാസർ മദനി വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന് നിരവധി സമയം, അനേകം സമയം കാത്തു നിന്നത് കഥയൊക്കെ നമ്മുടെയൊക്കെ മറന്നിട്ടില്ല. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഇവർക്ക് ന്യൂനപക്ഷ വർഗീയത വേണം, ആവശ്യം വരുമ്പോൾ ഇവർക്ക് ഭൂരിപക്ഷ വർഗീയതയെ പുലുകും. ഇത്തരത്തിൽ എവിടെ നിൽക്കണം, എന്ത് നിലപാടെടുക്കണമെന്നറിയാതെ ഈ വർഗീയതയെ താലോലിക്കുന്ന CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള കമ്മ്യൂണലിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ആ വ്യതിയാനം, അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വെളിവായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഈ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ കൊടകര കുഴൽപ്പണ കേസ് ഉയർന്നു വരുന്നു. ആ കേസ് ഉയർന്നു വന്ന ഘട്ടത്തിൽ BJP പ്രതിരോധത്തിലായപ്പോൾ അവിടെ രക്ഷിക്കാൻ ഇറങ്ങുന്നത് CPM ആണെന്നേ. അതായത് അവിടെ പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ട് രാത്രിക്ക് രാത്രി ഒരു റെയ്ഡ് നാടകം അരങ്ങേറി BJP അവിടെ നിന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ വെള്ളപൂശിയെടുക്കുക എന്നുള്ള ആവശ്യം അത് CPM-ഉം BJP-യും കൂടെ ഒരുമിച്ച് നടത്തുന്നു. ഇപ്പോൾ BJP നടത്തുന്നതിനേക്കാൾ മോശമായിട്ടുള്ള വർഗീയ പരാമർശം, ഞാനിപ്പോൾ ഈ പരസ്യത്തിലെ കുറിച്ച് പറയട്ടെ, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരാൾ പറയുകയാണ്, ഞാൻ എൻ്റെ പൂർവാശ്രമം അല്ലെങ്കിൽ പൂർവ്വകാലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു, അതിനെ ഞാൻ തള്ളിപ്പറയുന്നു, ഞാൻ അടുത്ത ഒരു പുതിയ പാതയിലേക്ക് കടന്നു വരുന്നു, മതേതര ചേരിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ BJP-ക്ക് ഇല്ലാത്ത ആശങ്കയാണ് CPM-ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ AK ബാലൻ ഇത് നല്ലൊരു വ്യക്തിയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സഖാവായി മാറും എന്ന് സ്മൃതിയുടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്മൃതി തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം BJP-യിൽ തന്നെയാണല്ലോ സഖാവെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇതൊരു ട്രാൻസിഷൻ പീരീഡ് മാത്രമാണ്. ഈ ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നാൽ ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, കോമ്രേഡ് ആയിരിക്കും എന്ന് പറഞ്ഞ AK ബാലൻ, ആ സന്ദീപ് വാര്യർ അദ്ദേഹം ഉപേക്ഷിച്ചു, ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർഗീയ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം തള്ളിക്കളഞ്ഞ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ വർഗീയമായിട്ടുള്ള നിലപാടുകൾ അത് കാശ് കൊടുത്ത് പരസ്യം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ സെലക്റ്റീവായിട്ട് ചില പത്രങ്ങളിൽ മാത്രം ചില കമ്മ്യൂണിറ്റികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരാണ് വർഗീയവാദി? അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സന്ദീപ് വാര്യരോ അത് ഉയർത്തിപ്പിടിച്ച് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി 10 വോട്ടിന് വേണ്ടി ഇത്ര ഗതികെട്ട നെറുകെട്ട രാഷ്ട്രീയം കളിക്കുന്ന CPM-ഓ ആരാണ് വർഗീയവാദി എന്നുള്ളത് പാലക്കാട്ടെ ജനം തിരിച്ചറിയും. കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായിട്ട് അവിടെ വടകരയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. അത് വടകരയിലെ ജനങ്ങൾ തിരിച്ചടി നൽകി. ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പരസ്യം കൊടുത്ത ആളുകൾക്ക് 23-ാം തീയതി കൗണ്ടിംഗ് നടക്കുമ്പോൾ കൈരളി TV-യിൽ വീണ്ടും വലിയേട്ടൻ സിനിമ പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വരും. CPM 3-ാം സ്ഥാനത്ത് വലിയ പരാജയം ഏറ്റുവാങ്ങും. ഈ പത്രപരസ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങളാൽ രേഖപ്പെടുത്താൻ പോകുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു നടപടിയായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തിരിച്ചടി പാലക്കാട്ടെ ജനങ്ങൾ നൽകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശരി, ശ്രീ TP ജയചന്ദ്രൻ, BJP എങ്ങനെയാണ് സമസ്ത മുഖപത്രങ്ങളിൽ വന്നിരിക്കുന്ന പരസ്യത്തെ കാണുന്നത്? സ്മൃതി, കേരളം എത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മതേതരത്വത്തിന്റെ ചുവട് പിടിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് നേടുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്ന അതിദയനീയമായ അപഹാസ്യമായ ഒരു വോട്ട് ബാങ്കിന്റെ പുറകിലുള്ള നെട്ടോട്ടമല്ല ഇവിടെ കാണിക്കുന്നത്. ഒരു കൂട്ടർ ബീഫ് ഫെസ്റ്റ് നടത്തും, മറ്റൊരു കൂട്ടർ പശുവിനെ പച്ചയ്ക്ക് തെരുവിലിട്ട് അറക്കും. കിടപ്പാടവും കുടിയും നഷ്ടപ്പെടുന്നവന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കാതെ, അതിനുവേണ്ടി സംസാരിക്കാതെ മധ്യസ്ഥത്തിനു വേണ്ടി ഓടും. നോക്കൂ, എന്ത് ദയനീയമായ ചിത്രമാണ് കേരളത്തോട്. നാം അഹങ്കരിക്കാറുണ്ട് സ്മൃതി, ഇത് കേരളമാണ്, കേരളത്തിന്റെ മതേതരത്വ മണ്ണാണ്. അതാണല്ലോ നമ്മൾ ചാനലുകളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുകയും. നോക്കൂ സ്മൃതി, ഇന്ന് ഈ 2 വിഭാഗവും തമ്മിലടിക്കുന്നത് മതേതര വോട്ടുകൾക്ക് വേണ്ടിയാണോ, അതല്ല ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾക്ക് വേണ്ടിയാണോ? എന്റെ സുഹൃത്ത് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. മുസ്ലിം ലീഗിന് 6 മാസത്തിനിടയ്ക്ക് എന്ത് മാറ്റമാണ് വന്നത്? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കും, എന്ത് മാറ്റമാണ് സർ ലീഗിന് വന്നത്? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പച്ചക്കൊടി ഹറാമായിരുന്നു, ഇപ്പോൾ പച്ചക്കൊടി നിങ്ങൾക്ക് വളരെയധികം ഹലാലാവും. എന്ത് മാറ്റമാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മുസ്ലിം ലീഗിന് വന്നിരിക്കുന്നത്?
ഇന്ന് നിങ്ങൾ തർക്കിക്കുന്നു, നിങ്ങൾ ഇവിടെ കേരളത്തിൽ വെച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും. ഞാൻ റോജിയോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. പച്ചക്കൊടിയെടുത്ത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ദേശീയ മാധ്യമങ്ങളിൽ പറഞ്ഞത് ആരാണ്? ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആരാണ്? ആരെങ്കിലും പ്രതികരിച്ചാൽ നിങ്ങളുടെ നേതാക്കളല്ലേ? കാണിക്കേണ്ടതാണോ സ്മൃതി? നിങ്ങളുടെ നേതാക്കളല്ലേ? നിങ്ങളുടെ കേന്ദ്ര നേതൃത്വമല്ലേ? ഞാൻ സ്മൃതിയോട് അമിത്ഷായല്ലേ? എനിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ആനുകൂല്യവും ചോദിക്കുന്നില്ല. പകരം നിങ്ങൾ എന്റെ വാദഗതി ചോദ്യം ചോദിച്ച് പറയാൻ അനുവദിക്കണം. ആങ്കർമാർക്ക് പൊളിറ്റിക്സ് ആവാം, പക്ഷേ അത് വ്യക്തിപരമായിട്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയിൽ ഇടപെടുമ്പോൾ മറ്റുള്ളവരോട് കാണിക്കാത്ത ഒരു രീതി എന്നോട് കാണിക്കരുത്. ഞാൻ ഒറ്റ ചോദ്യം സ്മൃതിയോട് ചോദിക്കും. നോക്കൂ, 2 മണിക്കൂറാണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ 2 മണിക്കൂർ ചർച്ച ചെയ്യാൻ മാത്രമേ എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ രാഷ്ട്രീയവും ഇച്ഛയും ഒക്കെ ആവാം. ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത് ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ ആങ്കർ ആണല്ലോ, നിങ്ങൾക്ക് ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ തിരുത്തിക്കോളൂ. തെറ്റാണെന്ന് സമർത്ഥിച്ചോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആരെങ്കിലും ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിലപാടുള്ള കോൺഗ്രസ്സുകാർ ലീഗിന്റെ കൊടി അഴിച്ചു വെക്കാൻ പറയുകയും പകരം അവിടെ ബലൂൺ പറത്തിയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നതാണോ മര്യാദ? BJP-കാരനെതിരെ പറയുന്നതിനൊക്കെ നമ്മൾ വിമർശിക്കാറില്ലേ? അത് സമർത്ഥിക്കാറില്ലേ? അതല്ലേ കോൺഗ്രസ് ചെയ്യേണ്ടത്? പകരം ഏതോ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ലീഗിന്റെ പച്ചക്കൊടി 6 മാസം മുമ്പ് അഴിച്ചു വെക്കുകയും ഇന്ന് അതേ ലീഗിന്റെ ആത്മീയ തലങ്ങളിലുള്ള ആളുകളുടെ മുമ്പാകെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു ചെല്ലുകയും ചെയ്യുന്നത് ഏത് മതേതരത്വത്തിന്റെ പേരിലാണ്? കേരളത്തിലെ ആത്മീയ നേതാക്കന്മാർ ഒരു സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ സ്മൃതി. ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും ഒക്കെ ആത്മീയ നേതാക്കന്മാരില്ലേ? രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാനാണ് പോകുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയിൽ ലീഗ് അല്ലാതെ മറ്റു ഘടകകക്ഷികളില്ലേ? അല്പം കൂടി കിലോമീറ്റർ വന്നാൽ കോഴിക്കോട്ടുണ്ടല്ലോ അവർക്കുള്ള ഘടകകക്ഷി. അപ്പൊ ഇതൊന്നുമല്ല സ്മൃതി നമ്മളിപ്പോ അലട്ടുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് മറ്റൊന്നുമായിരുന്നില്ല സ്മൃതി. ഈ ബഹളം കേരളത്തിലല്ലേ ഉള്ളൂ? കശ്മീരിലെ CPM-ന് MLA-മാരെ കിട്ടിക്കൊടുക്കുന്നത് ഈ ജോണിന്റെ ഈ കോൺഗ്രസിന്റെ പാർട്ടിയല്ലേ? തമിഴ്നാട്ടിൽ ചെന്നാൽ ഇവർ ഒറ്റക്കെട്ടല്ലേ? എന്തിനാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് ഇവിടെ പച്ച വർഗീയത പറഞ്ഞ് ചില വിഭാഗത്തിന്റെ വോട്ടുകൾ തട്ടിയെടുക്കാൻ അത് സ്ക്രീൻഷോട്ട് വിഭാഗത്തിലായി ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നതായാലും ഒക്കെ കാണിക്കുന്ന നികൃഷ്ടവും നീചവുമായ പത്രങ്ങളെ അപലപിക്കാനേ അല്ലാതെ നമുക്ക് എന്തിനു സാധിക്കും? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ മതേതര വോട്ടുകൾക്ക് വേണ്ടിയാണോ ഈ 2 കക്ഷികൾ ഇപ്പോൾ മത്സരിക്കുന്നത്? ഈ പരസ്യത്തിന്റെ പിന്നാമ്പുറത്തുള്ളത് കേരളത്തിന്റെ മതേതര മനസ്സിനെ പ്രജ്വലിപ്പിക്കണം, അവരെ വളർത്തിയെടുക്കലാണ്. അതല്ല ബീഫ് ഫെസ്റ്റും പശുവിനെ പച്ചക്കറക്കലും മുനമ്പം വിഷയവും ഒക്കെ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ തർക്കം മുഴുവൻ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ എന്റെ കോൺഗ്രസ് ഒറ്റ ചോദ്യം, രാഹുൽ ഗാന്ധിയോട് നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിൽ നിന്നും CPM-നെ പുറത്താക്കാൻ കേരള ഘടകത്തിന്റെ ഒരു പ്രമേയമെങ്കിലും ഇദ്ദേഹം പറഞ്ഞു പാസാക്കുമോ? അപ്പൊ ഇത് ആളുകളെ പൊട്ടലാക്കുകയല്ലേ സ്മൃതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് പച്ച വർഗീയതയുടെ പുറകിൽ ചെന്ന് അത് പരമാവധി കത്തിച്ചെടുത്ത് BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ വരെ പറഞ്ഞതുപോലെ അല്ല ഇന്ന് BJP. തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞു, മാധ്യമങ്ങളും ഒക്കെ ആഘോഷിച്ചു ആദ്യഘട്ടത്തെ. പക്ഷേ വസ്തുതകളും ജനങ്ങളുടെ മനസ്സും കേരള മാധ്യമ മനസ്സിലോ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ മനസ്സിലോ അല്ല എന്ന് തെളിയിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന മുഹൂർത്തത്തിൽ ഈ ജൽപ്പരങ്ങളൊക്കെ ജലരേഖകളായി മാറും. ഇതിന്റെ ആയുസ് ഒരുപക്ഷെ 23-ാം തീയതി മാത്രമായി അവസാനിക്കുമെന്ന് ഉച്ചസ്ഥലം പറയാനാണ് ഞാൻ അവസാനം പറഞ്ഞത്. ശരി, താങ്കൾ ഇങ്ങനെ പച്ചക്കറുത്ത പശുവിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പശുവുമായി പോയ മനുഷ്യരെ അർത്ഥ കഥ കൂടി ഓർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക്. ഓർക്കുന്നത് കൊണ്ട് ആ ജീവിയെ കൊല്ലണോ? അത് ഓർത്തോളൂ നിങ്ങൾ. അത് ഓർക്കുന്നതിന് പശുവിനെ കൊന്നവരെ എല്ലാം അറുത്തിട്ടുള്ളത്. ഓട്ടെ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, തിരഞ്ഞെടുപ്പ് കാലത്ത് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണ്ടതുണ്ട് ഇത്തരം പരസ്യങ്ങൾ നൽകാൻ. ഏത് പരസ്യം നൽകുമ്പോൾ ആ പരസ്യങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റി കാണേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി മുമ്പാകെ ഈ പരസ്യം വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ ഈ 2 പത്രങ്ങളുടെയും പ്രതിനിധികളോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചട്ടം എങ്ങനെയാണ്? ഏത് പരസ്യം കൊടുക്കുമ്പോഴും അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണ്ടേ? പ്രത്യേകിച്ച് തലേ ദിവസമാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം കൊട്ടിക്കലാശവും കഴിഞ്ഞ് ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഇന്നാണ് ഈ പത്രത്തിലെ ആദ്യ പേജിൽ 2 പത്രങ്ങളിലെയും ആദ്യ പേജിൽ ഈ പരസ്യം വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അതെ, തീർച്ചയായിട്ടും ഇത്
ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഓരോ ചട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സും അവരുടെ ഏജൻറ്റും പൊളിറ്റിക്കൽ പാർട്ടികളും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. ഇതിനകത്തെ ഓരോ വയലേഷൻസും വളരെ സീരിയസ് ആയിട്ടാണ് അതിൻ്റെ ഔട്ട്കം വരുമ്പോൾ ഇതിൽ ഈ കുറ്റകരമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആൾ ഒരുപക്ഷെ ജയിക്കില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്തായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിക്കാത്തത്. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 324 അനുസരിച്ചുള്ള ഭരണഘടനയിലുള്ള അവകാശം ഉപയോഗിച്ച് ആ അധികാരത്തിൻ്റെ പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ പോലെ നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ട് അത് സുപ്രീം കോടതിയുടെ ജെമിനി TV എന്ന് പറഞ്ഞൊരു കേസിൽ 2004 ഒരു ജഡ്ജ്മെൻ്റാണ്. അതിൽ സുപ്രീം കോടതി പറയുന്നത് ഇലക്ഷൻ എക്സ്പെൻസ് ഒക്കെ വളരെ ഫ്ലൗട്ട് ചെയ്യാറുണ്ട്, അവർ കാൻഡിഡേറ്റ്സ് ഒന്നും ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് പ്രിൻ്റ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോഴും ആരാണത് കൊടുത്തത് എന്നുള്ളത് അതിനുള്ള ഒരു അഫിഡവിറ്റ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വേണ്ട സംവിധാനം ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ പ്രയർ പെർമിഷൻ മേടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതുപോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇലക്ഷൻ തീരുന്നതിന് 48 മണിക്കൂർ അതിന് മുമ്പ് ഈ അഡ്വർടൈസ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നാളെ ഇലക്ഷൻ ഉള്ള ഒരു മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അത് ന്യൂസാണോ അഡ്വർടൈസ്മെൻ്റ് ആണോ എന്നുള്ളത് ആദ്യം വ്യക്തമാക്കുക. അത് അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ എങ്ങനെയാണത് ഇന്ന് രാവിലത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നത്? അത് സെക്ഷൻ 126 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വയലേഷനാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ വയലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഒന്നാമത്തേത്. കൊടുത്തവർക്ക് അതായത് സെക്ഷൻ 126 പറയുന്നത് ആ ഒരു വ്യക്തി നോ പേഴ്സൺ ഷാൽ ഡിസ്പ്ലേ ടു ദ പബ്ലിക് എനി ഇലക്ഷൻ മാറ്റർ by means of cinematographic television or other similar apparatus. ഇനി ഇലക്ഷൻ മാറ്റർ എന്താണെന്നുള്ളതിനെ പറ്റി അതിൻ്റെ സബ്സെക്ഷൻ 3 പറയുന്നു. ഇലക്ഷൻ മാറ്റർ എന്ന് പറഞ്ഞാൽ എനി മാറ്റർ ഇൻറ്റൻഡഡ് ഓർ കാൽക്കുലേറ്റഡ് ടു ഇൻഫ്ലുവൻസ് ഓർ അഫക്ട് ദ റിസൾട്ട് ഓഫ് ഇലക്ഷൻ. ഇലക്ഷനെ സ്വാധീനിക്കാൻ തക്കതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, അത് അഡ്വർടൈസ്മെൻ്റ് ആകാം. ആ അഡ്വർടൈസ്മെൻറ്റിനകത്ത് ഒരു കാൻഡിഡേറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു ന്യൂസ്, അത് വേറൊരാളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടിട്ടുള്ള ന്യൂസ്, ഇത് കൊടുക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്നയാൾ ഈ സെക്ഷൻ 126 വയലേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ ഒരു വയലേഷനാണ്. രണ്ടാമത്തേത് ഇലക്ഷൻ എക്സ്പെൻസ് കൊടുക്കാൻ ഓരോ കാൻഡിഡേറ്റിനും ബാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു കാൻഡിഡേറ്റിന് വേണ്ടി ആരെങ്കിലും വെറുതെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുമോ? ഈ കാൻഡിഡേറ്റിൻ്റെ പെർമിഷനോട് കൂടിയാണോ ചെയ്തത്? ആണെങ്കിൽ അവിടെ റിട്ടേൺ ആയിട്ടുള്ള പെർമിഷൻ എടുക്കണം. ആ പെർമിഷൻ എടുത്തിട്ടുണ്ടോ, ഇതിനു വേണ്ടി ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടോ, കാൻഡിഡേറ്റ് എൻ്റെ ഇലക്ഷൻ എക്സ്പെൻസസ് ഇത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ, അത് സമയത്ത് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ 10A വയലേഷൻ ആകും ജനപ്രാതിനിധ്യ നിയമത്തിലെ. വീണ്ടും കറപ്റ്റ് പ്രാക്ടീസ് സെക്ഷൻ 123 പറയുന്നത് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ തക്കതായിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നത്, അത് വീണ്ടും ഒരു കറപ്റ്റ് പ്രാക്ടീസായിട്ട് മാറും. ഇത് ഇലക്ഷൻ കാൻഡിഡേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെയോ സമ്മതത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് സ്പർദ്ധ ഉണ്ടാക്കാനുള്ളതാണ് എന്ന രീതിയിലൊരു കംപ്ലൈൻറ്റ് നിൽക്കും. അത് പിന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ 126 വയലേഷനാണ് ഈ സമയപരിധിക്കുള്ളിൽ ചെയ്തു എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ്. ഈ നേരത്തെ ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയായിട്ട് സംസാരിച്ച താങ്കൾ എടുത്തെടുത്ത് പറഞ്ഞ അഡ്വക്കേറ്റ്, അദ്ദേഹം അഭിഭാഷകനാണ്. പിന്നെ MLA ആയിട്ട് മത്സരിക്കുമ്പോഴും MLA ആയിട്ട് ജയിക്കുമ്പോഴും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 3rd ഷെഡ്യൂളിൽ പറയുന്നത് ഭരണഘടന അപ്ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്ന ഡയറക്ഷൻസ്, ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ, വേരിയസ് ഡയറക്ഷൻസ്, ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് അതൊരു ഫെയർ ഗെയിം എന്ന് പറയില്ല. ഒരു കളി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂൾസ് എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനകത്തൊരു ലെവൽ പ്ലേയിങ് ഫീൽഡുണ്ട്. ഒരാൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്യണം. 3 പ്രധാന സ്ഥാനാർത്ഥികളുള്ള ഒരു മത്സരത്തിൽ 48 മണിക്കൂറിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് നിൽക്കുന്നു. അതിനുശേഷം നാളെ ഇലക്ഷൻ ഇരിക്കുന്നു. ഇന്ന് ചർച്ചയാക്കുന്നത് എന്താണ്? ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഇവർ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള 2 കാൻഡിഡേറ്റ്സിൻ്റെ അവരുടെ ആ സാധ്യതയെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ, പ്രത്യേകിച്ച്
ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതെ വരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇത്ര ശക്തമായിട്ടുള്ള പ്രൊവിഷൻസ് വെച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് നിരവധികം ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. പിന്നെ അതിനെപ്പറ്റി ചർച്ച പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ന്യൂസ് വരുന്നത് ഇത് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ കാരണമാകുന്നു. അപ്പം നാളത്തെ ഇലക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് വീണ്ടും ഈ പരസ്യം കൊടുത്തവർ ആ ഒരു വിഷയം ചർച്ചയാക്കുന്നു. തീർച്ചയായിട്ടും ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെയൊക്കെ വയലേഷനാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുതാര്യമായിട്ടും വളരെ കണിശമായിട്ട് പാലിച്ചു പോകേണ്ട ചട്ടങ്ങളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൗൾ പ്ലേ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് ഇതിൽ ഇടപെടാതിരിക്കാനാവില്ല. തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2 പത്രങ്ങളോടും വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിയോട് വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ്, ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, നേരത്തെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതിനോട് താങ്കൾ മറുപടി പറയണം. അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം, പാലക്കാട് ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു, പരസ്യത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അത്തരം ശ്രമമാണ് നടക്കുന്നത്. അത് ഫാസിസ്റ്റുകളെ സഹായിക്കുകയുള്ളൂ. അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും ശിക്ഷ കിട്ടും. മനഃപൂർവ്വം ചെയ്യുന്നവർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ശിക്ഷ കിട്ടുമെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രതികരിക്കാം. ഓക്കെ, ഒന്ന് പറയാനുള്ളത്, എനിക്ക് അനുവദിക്കുന്ന സമയം എത്രയെന്ന് പറയണം. ദയവ് ചെയ്ത് അതിനിടയിൽ തടസ്സപ്പെടുത്തരുത് എന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ശരി. ഒന്ന്, പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവം ഗുരു. സന്ദീപ് വാര്യരുടെ പോസ്റ്റാണിത്. ഈ പോസ്റ്റ് സന്ദീപ് വാര്യരുടേതല്ല എന്ന് പറയുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാൾ ഇപ്പോൾ ഷാഫി പറമ്പിലാണ്. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ പറയുന്നു, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത ആളിൻ്റെ നമ്പർ തരാം. ഓൺ എയറിൽ വിളിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. നമ്പർ ഞാൻ പറയാം: 960 596 90 67. പിന്നെ ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷം വർഗീയ പ്രീണനം നടത്തുകയാണെന്നാണ് പറഞ്ഞത്. SDPIയുടെ വോട്ട് വേണ്ടാന്ന് പറയാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന റെജി എം ജോണിന് ധൈര്യമുണ്ടോ? UDFന് ധൈര്യമുണ്ടോ SDPIയുടെ വോട്ട് വേണ്ടാന്ന് പറയാൻ? SDPIയുടെ സ്വഭാവം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ പരിപാടി എന്താണ് എന്ന് അറിയാത്ത ആളാണോ UDFും അതിനെ പ്രതിനിധീകരിച്ചുകൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നയാൾ? വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുക. ഞങ്ങൾ പറയുന്നു SDPIയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടതുപക്ഷം തറപ്പിച്ചും ഉറപ്പിച്ചും പറയുകയാണ്. അപ്പോൾ വർഗീയ പ്രീണനം നടത്തുന്നതും കോലീബി സഖ്യമുണ്ടാക്കുന്നതും അതാത് തെരഞ്ഞെടുപ്പിൽ അതാത് സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെയെല്ലാം ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും കൂടെ നിർത്തുന്നതും ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള, പരസ്യമായി പറഞ്ഞിട്ടുള്ളതിന് വ്യത്യസ്തമായ ഒന്നും ഇന്നിവിടെ പരസ്യത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഒരു പത്രത്തിലുമില്ല. ഞങ്ങൾ ഒരു രഹസ്യവും കൊടുത്തിട്ടില്ല, പത്രത്തിൽ ഒരില്ലാത്ത കാര്യവും കൊടുത്തിട്ടില്ല. ഞങ്ങൾ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും മാത്രമാണുള്ളത്. ബാബറി മസ്ജിദ് പ്രശ്നം എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? ജാംബവാൻ്റെ കാലത്തുള്ളതാണ് എന്നാണ് KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത്. RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നതിൽ അഭിമാനം കൊള്ളുന്ന KPCC പ്രസിഡന്റ് വീണ്ടും പറഞ്ഞിട്ടുള്ള കാര്യം അത് ജാംബവാൻ്റെ കാലത്തുള്ളതെന്നാണ്. ഷാഫി പറമ്പിലിന് ധൈര്യമുണ്ടോ? UDFന് ധൈര്യമുണ്ടോ പറയാൻ? അങ്ങനെ പറഞ്ഞത് ശരിയാണ് എന്ന് ഷാഫി പറമ്പിലും UDFും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളും ആവർത്തിക്കുമോ? ജാംബവാൻ്റെ കാലത്തുള്ളതാണോ? എവിടെയാണ് നിങ്ങളിവിടെ മതന്യൂനപക്ഷങ്ങൾക്ക്, ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പ്രഖ്യാപിതമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തെ പ്രതിരോധിക്കാൻ കൃത്യമായ നിലപാട് നമ്മൾ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് ഒരു നിലയിലും വർഗീയമായ ചേരിതിരിവിൻ്റെ തലത്തിലേക്ക് പോകരുത് എന്ന താല്പര്യത്തെ മുൻനിർത്തി ജനങ്ങൾ തെറ്റിദ്ധാരണയിൽ വീഴരുത് എന്ന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വാർത്ത കൊടുത്തത്. അങ്ങനെ വാർത്ത കൊടുത്തതിൽ ഏതെങ്കിലും നിലയിൽ
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വസ്തുതാപരമായി ഈ വാർത്തയിൽ എന്തെങ്കിലും പിശകുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. 100% ഉറപ്പ് പറയുന്നു, അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയാണ് എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ എല്ലാ വസ്തുതയും എല്ലാ കാലത്തും പറയാൻ പറ്റില്ലല്ലോ അഡ്വക്കേറ്റ് പ്രേംകുമാർ. തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്നതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭന്റെ ചോദ്യത്തിന് മറുപടി പറയണമെന്ന് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, താങ്കൾ ഉദ്ദേശിച്ച ഈ തരത്തിൽ വർഗീയത തുറന്നു കാട്ടുന്ന ഈ പരാമർശങ്ങൾ ഒറ്റ മിനിറ്റ് ഇപ്പോൾ പറയുന്നത് കൊണ്ട് UDF വോട്ടിൽ വിള്ളൽ വരുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് നല്ലോണമുണ്ടോ? UDFന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുകയാണ്. ഇവിടെ SDPI നോട്ടീസ് കൊടുത്തല്ലോ. ഷാഫി പറമ്പിൽ നൊന്തോ? UDF പറഞ്ഞോ? ഷാഫി പറമ്പിലും UDFും പറഞ്ഞിട്ടല്ലേ SDPI പള്ളികളിലും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലും ഒക്കെ നോട്ടീസ് കൊടുത്തത് UDF വോട്ട് ചെയ്യാൻ. ഇവിടെ ഇതാ BJP ജയിക്കാൻ പോവാണ്. BJP 3ാം സ്ഥാനത്തെ വരൂ, മത്സരം LDFും UDFും തമ്മിലാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ. അപ്പം പിന്നെ വീണ്ടും എന്തിനാ SDPI BJP ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെല്ലാം SDPI ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന UDFന് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അപ്പോൾ ഷാഫി പറമ്പിലിന് ഒന്നില്ലല്ലോ. വെൽഫെയർ പാർട്ടി പറയുന്നു ഇവിടെ UDFന് വോട്ട് ചെയ്യണമെന്ന്. വെൽഫെയർ പാർട്ടിയെയും SDPIയെയും കൂടെ ചേർത്ത് ഏത് തീവ്രവാദ ഭീകരവാദ സ്വഭാവമുള്ളവരെയും ചേർത്ത് നിർത്തുന്ന സമീപനം സ്വീകരിക്കുന്നത് UDF ആണ്. അതിന് പിന്തുണ നൽകുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ ലീഗിന് ഇങ്ങനെ ഒരു പ്രത്യേക വർഗീയ സ്വഭാവം ഉണ്ടായത്? അങ്ങനെയാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അത് പ്രകടമായി ബോധ്യപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് സീറ്റൊന്നും നഷ്ടമായിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാ സീറ്റും നഷ്ടമായാലും ഭീകരവാദ തീവ്രവാദ സംഘടനകൾക്ക് അവർക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിന് അത് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലീഗിനെ ചർച്ചയ്ക്ക് വിളിക്കുകയും ലീഗിനെ കുറിച്ച് നല്ല വാക്കുകളും ലീഗിനെ ഞങ്ങൾ എവിടെ ചർച്ചയ്ക്ക് വിളിച്ചു? ഞങ്ങൾ ലീഗിനെ ഒരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല. ഒരു ചർച്ചയ്ക്കും ലീഗിനെ വിളിച്ചിട്ടില്ല. ലീഗിനെ ഒരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ട്. അത് ലീഗിനെ മാത്രമായിട്ടല്ല, എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചിട്ടുണ്ട്. ലീഗിനെ മാത്രമാണോ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്? ലീഗിനെയും വിളിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വിളിക്കാത്തത് SDPI വർഗീയ പാർട്ടിയാണെന്ന്. വിരുദ്ധ പ്രക്ഷോഭ കാലത്ത് ലീഗ് വേറൊരു ലീഗും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിക്ക് ശേഷം മറ്റൊരു ലീഗുമായി മാറിയോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. അല്ലല്ല, തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചടിക്ക് ശേഷമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് UDF ആണ് വാങ്ങിയിട്ടുള്ളത്. RSSന്റെ വോട്ട് UDF ആണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ തൃശ്ശൂര് 86,000 വോട്ട് മുരളീധരന്റെ കുറഞ്ഞത്? KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ മുരളീധരൻ നേരത്തെ. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കോൺഗ്രസിന്റെ നേതാവ്. അദ്ദേഹം ജയിച്ച വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി 86,000 വോട്ട് കാലുവാരി അദ്ദേഹത്തെ അവിടെ തോൽപ്പിച്ചതാരാ? ഞങ്ങളാണോ? മറുപടി പറയണ്ടേ? മറുപടി പറയാൻ ബാധ്യതയുള്ള പാർട്ടി കോൺഗ്രസും UDFും ആണ്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നിലപാട്? പറയേണ്ടത് തകർന്ന ശേഷം ലീഗ് എടുത്ത നിലപാടിനെ ആ സമയത്തെല്ലാം ചെയ്തത് സംയമനത്തിന്റെ ഭാഷ എന്നാണ് അന്ന് ലീഗിനെ പറ്റി പറഞ്ഞിരുന്നത്. ഇപ്പോൾ സംയമനമെല്ലാം വേറെ രൂപത്തിലായി. നിങ്ങൾക്ക് ഇപ്പോൾ ലീഗിന്റേത് സംയമനത്തിന്റെ നിലപാടെന്നായിരുന്നു അന്നെടുത്ത നിലപാട്. എപ്പോഴും ബാബറി മസ്ജിദ് തകർത്തത് കോൺഗ്രസിന്റെ, അത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കാം, കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. 13 ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പരമോന്നത പദവിയായ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും നിയന്ത്രണമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം പറയാൻ തയ്യാറായില്ല. അവിടേക്ക് അവസാന ദിവസങ്ങളിലും CPMന് BJPക്കെതിരെ ഒരു വിമർശനവുമില്ല എന്ന് മാത്രമല്ല, CPMനും BJPക്കും ഒരേപോലുള്ള ഒരേപോലുള്ള ആരോപണങ്ങളും മാത്രമേ ഉന്നയിക്കാനുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം. റോജി, മറുപടി നൽകാം. നിങ്ങൾ പരാതി നൽകുന്നുണ്ടോ? പരാതി നൽകിയാൽ അതിന്മേലുള്ള നടപടി എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചല്ലോ. സമയക്കുറവുള്ളതുകൊണ്ടാണ്, എല്ലാവർക്കും ഒരു വട്ടം കൂടി പോകണമെന്നുണ്ട്. അതെ നിങ്ങൾ അതായിക്കോട്ടെ, നിങ്ങൾ ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കാം. അത് CPMന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് പറയാൻ സമയമുണ്ടോ?
പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. അപ്പോൾ പ്രേംകുമാർ ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ നേരത്തെ കാണിച്ചു. ഞാൻ ചില സ്ക്രീൻഷോട്ടുകൾ പറയട്ടെ. ADGP പുറത്ത് പിണറായി RSSൽ തന്നെ ഡോക്ടർ P സരിൻ. കേരളം കണ്ട ഏറ്റവും വലിയ നുണയനാണ് പിണറായി വിജയൻ, ഡോക്ടർ P സരിൻ. കേരള അഴിമതിശാലയുടെ അമരക്കാരനായ പിണറായി വിജയൻ, ഡോക്ടർ P സരിൻ. CPM മനുഷ്യമൃഗങ്ങളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ രക്ഷിക്കാൻ DYFIക്കാർക്ക് കാമക്കൊതി മൂത്ത് കൊന്നു കളയാനുള്ളതല്ല കേരളത്തിലെ പെൺകുട്ടികൾ, ഡോക്ടർ P സരിൻ. P സരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ക്രീൻഷോട്ട് എന്നതിന് എവിടെയും പോകണ്ട, അത് ഇപ്പോഴും ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർ തള്ളിപ്പറഞ്ഞ ആ സ്ക്രീൻഷോട്ടുകൾ എടുത്തുകൊണ്ട് കാശ് കൊടുത്ത് സെലക്റ്റീവായി പരസ്യം ചെയ്യുന്ന CPM സരിൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്യാത്ത ഈ പറഞ്ഞ സരിന്റെ പ്രസ്താവനകൾ, നിങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് പ്രേംകുമാർ പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴും ഈ കിടക്കുന്ന സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? അപ്പോൾ അത് സരിൻ പറയുന്നതെല്ലാം ശരിയാണോ? അപ്പോൾ സരിന്റെ ഈ പൂർവ്വകാലം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിലപാട്? അതായത് നിങ്ങൾ ഇടുമ്പോൾ ബർമുട, ഞങ്ങൾ ഇടുമ്പോൾ വള്ളിക്കളസം. നിങ്ങൾ ഇടുമ്പോൾ ബർമുട, ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളസം. നിങ്ങൾക്ക് ഓന്തിന്റെ നിറം മാറുന്ന, ഓന്ത് പോലും നാണിച്ചു പോകുന്ന തരത്തിൽ ഇങ്ങനെ നിറം മാറാൻ എങ്ങനെ കേരളത്തിലെ CPM ഈ തെരഞ്ഞെടുപ്പിൽ PDP നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചോ? PDP നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നടപടി ഉണ്ടായോ? LDF നോട്ട് ചെയ്യണമെന്ന് ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. സ്മൃതി, എന്റെ അവസരമാണ്. സ്മൃതി, ഹലോ, ശരി പറഞ്ഞോളൂ, സമയം കഴിയുകയാണ്, വേഗം പറഞ്ഞോളൂ. അതായത് PDP ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ PDPയുടെ പിന്തുണ വേണ്ടെന്ന് ഇവര് CPMമാർ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിച്ച രണ്ട് ചോദ്യം, ഒന്ന് ബാബറി മസ്ജിദ് പ്രശ്നം, 46 വർഷം മിസ്റ്റർ പ്രേംകുമാർ, 46 വർഷം RSSന്റെ പ്രവർത്തകനായിട്ട്, 46 വർഷം BJPയുടെ പ്രവർത്തകനായിട്ട് നിങ്ങളുടെ നേതാവ് P ജയരാജനെ RSSന്റെയും BJPയുടെയും ഗുണ്ടകള് അവിടെ വെട്ടി ജീവച്ഛവമാക്കിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത OK വാസുവിനെ നിങ്ങൾക്ക് മാലയിട്ട്, ചുവപ്പ് മാലയിട്ട് നിങ്ങൾക്ക് CPMലേക്ക് സ്വീകരിക്കാം, ആലിംഗനം ചെയ്യാം, അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കാം. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതൊക്കെ വലിയ വിശുദ്ധരായി മാറും. കോൺഗ്രസിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അയാൾ വർഗീയവാദിയായിട്ട്, അതാ പറഞ്ഞു OK വാസു. അന്ന് OK വാസു അവിടെ കണ്ണൂർ ജില്ലയിലെ RSSനും BJPക്കും നേതൃത്വം കൊടുക്കുന്ന സമയത്തുണ്ടായ സംഭവമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ BJP CPM എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താണെന്ന് CPM ഒരിക്കൽ കൂടി എങ്ങനെയെങ്കിലും BJPനെ, കോൺഗ്രസിനെ ജയിപ്പിക്കരുത്. ഇവരുടെ പരസ്യവും ഇവരുടെ പ്രചരണവും മൊത്തം എന്താണ്? CPM എന്തായാലും ജയിക്കൂല, 3ാം സ്ഥാനത്താണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളായാലും പാലക്കാട്ടെ ജനങ്ങളായാലും കോൺഗ്രസിന് ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ BJPനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോളൂ എന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്? മുനമ്പം വിഷയത്തിൽ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുനമ്പം വിഷയത്തിൽ 35 ദിവസമായിട്ടും ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇവർ വർഗീയവാദികൾ എന്ന് പറയുന്ന ലീഗിന്റെ നേതാക്കന്മാര് അവിടെ ഈ വിഷയം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ സമവായത്തിന് പോകാൻ തയ്യാറായി. അപ്പോൾ ഇത്തരത്തില് അതായത് മസ്കറ്റ് ഹോട്ടലില് CPM RSS നേതാക്കളുമായിട്ട് മുഖ്യമന്ത്രിക്ക് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യാം. അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ ഇത്തരത്തിൽ വർഗീയതയും ഒരുപോലെ സംശയവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ പരസ്യങ്ങൾ പാലക്കാട്ടിലെ പാലക്കാട്ടെ ജനങ്ങൾ പറഞ്ഞോളൂ. അല്ല, ഇത് വളരെ കൃത്യമാണ് സ്മൃതി. ഇവിടെ ഈ രണ്ടു കൂട്ടരും ഞങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ആവർത്തിച്ചില്ലേ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്നുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. കോൺഗ്രസിനെ പറ്റി ചോദിക്കുന്നത് നിങ്ങളും ചെയ്തില്ലേ ഇത് എന്ന് പറഞ്ഞാൽ, കാലാകാലങ്ങളിലായി കേരളത്തിലെ പൊതുസമൂഹത്തെ മതേതരത്വത്തിന്റെ പേരിൽ വർഗീയമായി ഭിന്നിക്കുകയായിരുന്നു. നോക്കൂ, ഇന്ന് UDFന്റെ നേതാവ് പറഞ്ഞതായിട്ട് നമ്മൾ എഴുതി കാണിക്കുന്നത് ന്യൂനപക്ഷത്തെ വിഭജിക്കുന്നു. ഒരു മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് എന്ന് അവകാശപ്പെടുന്നവർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ റോജി, ആരാണ് സാർ ഈ പാണക്കാട് തങ്ങൾക്ക് മുസ്ലിങ്ങളുടെ അട്ടിപ്പറ അവകാശം കൊടുത്തത്? മാത്രമല്ല അദ്ദേഹം മതശാസനകളെ കൂട്ടിക്കുഴയ്ക്കുകയല്ലേ ഈ വേദിയിൽ.
ശിക്ഷയെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ താങ്കൾ നാഴികയ്ക്ക് 40 വട്ടം മതേതരത്വത്തെക്കുറിച്ചും മതവും രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പറയുന്നവർ മതത്തിന്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരളത്തെ ഇക്കാലത്തെയും വഞ്ചിക്കുകയായിരുന്നു. ഇന്ന് എത്തിയിരിക്കുന്നത് എന്താണ്? ആ വഞ്ചന കേരളം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ ഭിന്നിപ്പുണ്ടാക്കുന്ന ആരാണ് മിസ്റ്റർ? ഈ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് നിങ്ങളല്ലേ? ഹിന്ദുക്കൾ, അതായത് മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുമ്പോൾ അതിൽ നിങ്ങൾ മതത്തെ എവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? അതായത് ഹിന്ദുക്കൾ എല്ലാവരും മഹാരാഷ്ട്രയിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്രയിൽ പോയി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മതത്തെയും രാഷ്ട്രീയത്തെയും നിങ്ങൾ അവിടെ കൂട്ടിക്കെട്ടുന്ന ആ പണിയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പണി ചെയ്ത് നിങ്ങളാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് യോഗി ആദിത്യനാഥിനെ സംഘപരിവാരം തലേ ദിവസമാണ്, നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. പക്ഷെ ഒട്ടും നിശബ്ദമായിരുന്നില്ല ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ റോജി, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, ടി പി ജയേന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.